2024 ഓൾ കേരള റൈഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തമിഴ്നാട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. തമിഴ്നാട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആദ്യം കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന കന്യാകുമാരി ജില്ലയിൽ നിന്നാണ് തുടങ്ങുന്നത്. കന്യാകുമാരി ജില്ലയിലാണെങ്കിലും ഞാൻ ഇത്തവണ കന്യാകുമാരി ബീച്ച് സന്ദർശിക്കുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഓൾ കേരള റൈഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കന്യാകുമാരി ഓൾറെഡി വിസിറ്റ് ചെയ്തതായിരുന്നു. തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലോട്ട് നമ്മൾ പോകുമ്പോഴും ഈ നാഗർകോവിൽ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നാഗർകോവിലിനെ കൂടുതൽ അറിയാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഒന്ന് നാഗർകോവിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. അപ്പം നമ്മുടെ പുതിയ ഹൈവേ ഉണ്ട്, നാഗർകോവിലോട്ട് കന്യാകുമാരി വരെ പോകുന്ന ഹൈവേ ആണ്. ആ ഹൈവേയിൽ പക്ഷേ ഇപ്പോൾ പണി അത് ഫുള്ള് തീർന്നിട്ടില്ല. ഈക്കാവിള കയറുന്ന വരെയുള്ള ഹൈവേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽപ്പെടുന്ന ഈ നാഗർകോവിലേക്ക് പോണ വഴിയിലാണ് കുമാരകോവിൽ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായൊരു കോവിലുള്ളത്. തക്കല എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഇടതോട്ട് തിരിഞ്ഞു പോകുമ്പോഴാണ് ഈ കുമാരകോവിലേക്ക് പോകുന്ന വഴിക്ക് വളരെ ഭംഗിയുള്ള പശ്ചിമഘട്ടത്തിൻ്റെ ദൃശ്യം നമുക്ക് കാണാം. നവരാത്രി പൂജ സമയത്ത് തിരുവനന്തപുരത്തേക്കുള്ള ആദിപരാശക്തിയും വഹിച്ചുകൊണ്ടുള്ള പല്ലക്ക് യാത്രയിൽ കുമാരകോവിൽ നിന്ന് ശ്രീ മുരുകൻ്റെ കുതിരപ്പുറത്തുള്ള അകമ്പടി 1840 ആണ്ട് മുതൽ തുടർന്നു പോകുന്ന ഒരു ആചാരമാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് കുമാരകോവിൽ പരിസരത്ത് വളരെ കടുത്ത ഒരു വരൾച്ച അനുഭവം ഉണ്ടാവുകയും അതേ തുടർന്ന് തിരുവിതാംകൂർ മഹാരാജാവ് തൻ്റെ കാവൽ ഭടന്മാരോട് ഈ ഭാഗത്തൊരു കാവടി നേർച്ച നേരുന്നതിന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതിൽ ഭഗവാൻ സംതൃപ്തനാകുകയും നാട്ടിലെങ്ങും സമ്പൽ സമൃദ്ധി കൈവരികയും ചെയ്തുവെന്നാണ് വിശ്വാസം. ഇതിനെ തുടർന്ന് തമിഴ് കാർത്തിക മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച പോലീസുകാർ ഇവിടെ കാവടി നടത്തിപ്പോകുന്നു. നാഗർകോവിൽ പോകുന്ന വഴിക്ക് ഒരു ചെറിയ സിറ്റിയാണ് കുഴിത്തറ. കുഴിത്തറയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തമ്രപാണി റിവർ ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു റോഡുണ്ട്. ആ റോഡിൽ പോകുമ്പോൾ തേങ്ങാപ്പട്ടണം എന്ന ചെറിയൊരു ഹാർബർ, കുഴിത്തറ നിന്ന് 11.5 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴാണ് തേങ്ങാപ്പട്ടണം എന്ന ഈ ജംഗ്ഷനിലെത്തുന്നത്. കന്യാകുമാരി ജില്ലയിൽ കേരളത്തിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് തേങ്ങാപ്പട്ടണം തുറമുഖം. ഈ തേങ്ങാപ്പട്ടണം തുറമുഖം എന്ന പേര് വരാൻ കാരണം ഇവിടെ ധാരാളം തെങ്ങ് കൃഷി ഒരു കാലത്ത് ഉണ്ടായിരുന്നതിനാണ് ഈ പേര് ഇവിടെ ഈ സ്ഥലത്തിന് ലഭിച്ചത്. മത്സ്യബന്ധനത്തിനായി ഉൾക്കടലിലേക്ക് പോകുന്ന നിരവധി ബോട്ടുകളും ഈ ബോട്ടുകളിൽ മത്സ്യം കേടുകൂടാതെ കരയിലെത്തിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഐസ് നിറയ്ക്കുന്നതിനുള്ള മെഷീനും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മത്സ്യബന്ധനത്തിനായി ആദ്യമായി കടലിലിറക്കുന്ന ഒരു ബോട്ടിനെ പുരോഹിതൻ ആശീർവദിക്കുന്ന കാഴ്ചയും അവിടെ കാണാൻ കഴിഞ്ഞു. ഇത് നാഗർകോവിൽ ടൗൺ. ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ കേപ്പ് റോഡെന്ന് പറയും, അതായത് കന്യാകുമാരിയിലേക്കുള്ള റോഡാണ്. നാഗർകോവിലിൽ കോട്ടാർ എന്നൊരു സ്ഥലമാണ് ഇത്. ഇവിടെ വിശുദ്ധ സെൻറ്റ് സേവിയറിൻ്റെ ഒരു വളരെ വലിയ പ്രസിദ്ധമായ ഒരു ദേവാലയമുണ്ട്. പല സ്ഥലത്തു നിന്നും ആളുകൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ എത്താറുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇവിടെ നടത്തിയ മിഷനറി പ്രവർത്തനത്തിൽ സംപ്രീതനായ ഉണ്ണി കേരളവർമ്മ മഹാരാജാവ് ഇവിടെ ഒരു സ്ഥലം നൽകുകയും അവിടെ ഒരു ചർച്ച് 1600 ആണ്ടിൽ പണിയെഴുപ്പിക്കുന്നതിനുള്ള പടികൾ കൈക്കൊള്ളുകയും ചെയ്തു. എല്ലാ വർഷവും നവംബർ 24 മുതൽ ഡിസംബർ 3 വരെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നു. നാഗർകോവിൽ നിന്നും 11.5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ബീച്ചാണ് ലേമൂർ ബ്രിഡ്ജ്. ഗണപതിപുരം ബീച്ച് എന്നും അറിയപ്പെടുന്നു. ഗോസ്റ്റ് എന്ന അർത്ഥം വരുന്ന ലെമുറസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ലേമൂർ എന്ന പേര് ഉണ്ടായത്. ആഴം കൂടിയതും അടിയൊഴുക്ക് ഉള്ളതുമായ ഈ ബീച്ച് വളരെ അപകടം നിറഞ്ഞതാണ്. ഇവിടെ കാല് നനയ്ക്കാനും മറ്റും ഇറങ്ങുന്നത് അധികാരികൾ കുറച്ചുനാൾ മുമ്പ് വരെ വിലക്കിയിരുന്നു. തക്കലയിൽ നിന്നും 2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാര സമുച്ചയമാണ് പത്മനാഭപുരം കൊട്ടാരം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഇരവിപിള്ള ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് 1601 ആണ്ടിൽ പത്മനാഭപുരം കൊട്ടാര നിർമ്മാണത്തിന് തുടക്കമിട്ടത്.
തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും സന്ദർശകർക്ക് കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട്. നിർഭാഗ്യവശാൽ ഞാൻ ചെന്നത് തിങ്കളാഴ്ചയായിരുന്നു. എനിക്ക് കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ പോകുന്ന വഴിക്ക് സ്വാമിയാർ മഠം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് ജൂഡിൻ്റെ ഒരു പ്രസിദ്ധമായ പള്ളിയാണ് സ്വാമിയാർ മഠം സെയിൻറ്റ് ജൂഡ് ചർച്ച്. തമിഴ്നാട് ട്രിപ്പിലെ ആദ്യത്തെ ജില്ലയായ കന്യാകുമാരി ജില്ലയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത ജില്ലയുടെ വിശേഷങ്ങളും കാഴ്ചകളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.